1760. നമുക്ക് മനസ്സമാധാനമായിട്ട് 1-2 കൂട്ടാൻ അറിയത്തില്ല. നമ്മുടെ കുട്ടികളാരും അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷന് പോകാറില്ല. വി പ്രോമിസ് യു ടു മേക്ക് യുവർ ചൈൽഡ് 5 times ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. കുട്ടികൾക്ക് മാനസിക, ഗണിത, വൈജ്ഞാനിക മേഖലകളിൽ മികവ് പുലർത്താൻ സഹായിക്കുന്ന അക്കാദമിക് പ്രോഗ്രാമാണ് അബാക്കസ്. ഗണിത മേഖലയിലെ കഴിവുകൾ വികസിപ്പിക്കലാണ് അബാക്കസിന്റെ പ്രധാന ദൗത്യമെങ്കിലും കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിച്ച് ശ്രദ്ധയോടെ പാഠങ്ങൾ പഠിക്കാൻ അബാക്കസ് വഴിയൊരുക്കും. എന്തൊക്കെ സബ്ജക്ട്സ് എനിക്ക് കോൺസെൻട്രേറ്റ് പറ്റാത്തുള്ളൂ, ഇത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുന്നുണ്ട്. തുടർച്ചയായ പരിശീലനം വഴി കുട്ടികളുടെ ഓർമ്മശക്തി കൂട്ടാനും പാഠ്യഭാഗങ്ങൾ മനഃപ്പാഠമാക്കുന്നതിൽ സ്ഥിരത നിലനിർത്താനും അബാക്കസിന്റെ മാർഗം സഹായിക്കുമെന്ന് മാതാപിതാക്കന്മാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മളിത് എൻറോൾ ചെയ്ത് ഇപ്പോൾ 4 വർഷം ആവുന്നു. അപ്പോൾ വാട്ട് ഷീസ് ഡെവലപ്ഡ് ഇസ് നമുക്ക് പഠിക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ദാറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്, മെമ്മറി, റീകളക്ട് ചെയ്യാനുള്ള എബിലിറ്റി, റിക്കോൾ ചെയ്യാനുള്ള എബിലിറ്റി, ഓൾ ദാറ്റ് ഹാസ് ഇംപ്രൂവ്ഡ്. അപ്പോൾ എനിക്കൊരു സാറ്റർഡേ കുറച്ച് സമയം കൊണ്ട് ഐ എം ഏബിൾ ടു കവർ ലോട്ട് ഓഫ് പോർഷൻസ്. ഒരുപാട് സമയം അതിൻ്റെ പുറത്തിരിക്കാനോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരിക്കാനോ അങ്ങനെയുള്ള ഒരു ഇതില്ല. ആൻഡ് നമ്മളിപ്പോൾ ഒരു ടേമിന് പഠിപ്പിച്ചാൽ ലെറ്റ്സ് സേ ഒരു ഹാഫ് ഇയർലി ആകുമ്പോൾ ഷീ ഈസ് ഏബിൾ ടു റീകോൾ ഇറ്റ്. കണക്ക് കൂട്ടലുകളാണ് കുട്ടികളെ പ്രധാനമായും കുഴപ്പിക്കുന്നത്. അത് ലളിതമായി പരിഹരിച്ച് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള മനോബലം വർദ്ധിപ്പിക്കാനും അബാക്കസ് സഹായിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ബിഗിനിങ്ങിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുമ്പോൾ ഏകദേശം പഠിക്കുന്നത് ആവറേജ് ബിലോ ആവറേജ് ഒക്കെയാണ്. പക്ഷെ നമ്മൾ ആഫ്റ്റർ ട്രെയിനിങ് കഴിയുമ്പോൾ ഫ്യൂ മന്ത്സിൽ തന്നെ അവരുടെ ചേഞ്ചസ് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പേഴ്സിനോടുള്ള പേടി അങ്ങോട്ട് മാറിക്കിട്ടും. സ്റ്റേജ് ഫിയർനെസ്, ആ കോൺഫിഡൻസ് ലെവൽ വളരെ ഇമ്പ്രൂവ് ആവും. വിവിധ അബാക്കസ് പഠന കേന്ദ്രങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് സിപ്പ് അബാക്കസ്? ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിരവധിയാണ്. നമ്മൾ കുട്ടികളെ 5 times ബെറ്റർ ആക്കുന്നു എന്നുള്ളൊരു പ്രത്യേകത. അതായത് നമ്മൾ 4 ലെവൽസ്, 4ാമത്തെ ലെവൽ കഴിയുമ്പോൾ, അതായത് ഫൗണ്ടേഷൻ ലെവൽ 4 എന്ന് പറയുന്ന ലെവൽ കഴിയുമ്പോൾ, ആ ലെവൽ കഴിയുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ പേരൻസിനോടൊപ്പം ഇരുത്തി അവരെ 5 മടങ്ങ് ബെറ്റർ ആയതായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. സിപ്പ് അബാക്കസ് ഒരു ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനത്തിലും സാങ്കേതിക മികവിലുമെല്ലാം അവർ മികവ് പുലർത്തുന്നുണ്ട്. അതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വന്നു ചേരുകയും ചെയ്യും. Hold your breath. 1, 2, 3. 1, 2, 3. സിപ്പ് അബാക്കസ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 22 വർഷമായി. 1000-ലധികം ബ്രാഞ്ചുകൾ രാജ്യത്തുള്ളപ്പോൾ അതിൽ 55 ബ്രാഞ്ചുകൾ കേരളത്തിലാണ്. സിപ്പ് അബാക്കസിന്റെ വലിയ പ്രത്യേകതകളിലൊന്ന് ഇതുതന്നെയാണ്. കുട്ടികൾ ഇവിടെ പഠനം തുടങ്ങി അവർ കോഴ്സ് തീർക്കുമ്പോൾ 5 മടങ്ങ് മിടുക്കരായില്ലെങ്കിൽ രക്ഷിതാക്കൾ മുടക്കിയ പണം ഇവർ മടക്കി നൽകും. ഇതൊരു പ്രോമിസറി നോട്ടായിട്ട് തന്നെ സിപ്പ് അബാക്കസ് പ്രവേശന സമയത്ത് രക്ഷിതാക്കൾക്ക് കൈമാറുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ലെവൽ അവർ ചേരുന്ന സമയത്ത് നമ്മളൊരു പ്രീ ടെസ്റ്റ് എടുക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, 5 മിനിറ്റ് ആ ടെസ്റ്റ് ഉള്ളൂ. ആ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആ ആൻസർ ഷീറ്റ് നമ്മൾ പേരൻറ്റിനൊരു ഇത് കാണിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ ഫയൽ ചെയ്ത് വെക്കുന്നതായിരിക്കും. പിന്നെ പേരൻസിനൊരു പ്രോമിസ് ലെറ്റർ നമ്മൾ ഇഷ്യൂ ചെയ്യും. അതായത് വി പ്രോമിസ് യു ടു മേക്ക് യുവർ ചൈൽഡ് 5 times ബെറ്റർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് എല്ലാ ബുക്കിലും ആദ്യത്തെ പേജ് അത് തന്നെയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം 4 ലെവൽസ് കഴിഞ്ഞതിന് ശേഷം, ഒരു ലെവലിന് കാലാവധി ഏകദേശം 4 മാസമാണ്. അങ്ങനെ 4 ലെവൽസ് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു റീടെസ്റ്റ് നടത്തും. ആ റീടെസ്റ്റിൽ കുട്ടി മിനിമം ആദ്യത്തെ ടെസ്റ്റിൽ എത്ര ആൻസർ ചെയ്തോ അതിലും 5 മടങ്ങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും. ഏറ്റവും മിനിമം 5 മടങ്ങ് ഒന്നുമല്ല, 5 മടങ്ങ് ഏറ്റവും മിനിമമാണ് നമ്മൾ പറയുന്നത്. അതിലും എത്രയോ അധികം മടങ്ങ് കുട്ടികൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്യാറുണ്ട്. അത് പേരൻസിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് അടുത്തടുത്ത് ഇരുത്തിയിട്ടാണ്, ഇവിടെ കുട്ടി ഇവിടെ പേരൻ്റ് എന്നുള്ള രീതിയിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും സിപ്പ് അബാക്കസിലെ കുട്ടികൾക്കായി പ്രോഡിജി എന്ന പേരിൽ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും പരസ്പരം മത്സരിച്ച് മിടുക്കരാകാനും സിപ്പ് അബാക്കസ് വഴിയൊരുക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തും ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്ന പ്രോഡിജികൾ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. 4891, 5575, 4142, 7573, 9542, 5579, less 4979, 4871, 6328, 8556. That is 1152. Very good. പഠിക്കുമ്പോഴും പരീക്ഷകൾ എഴുതുമ്പോഴും സമയത്തെ ക്രമീകരിക്കാനുള്ള നല്ല പാഠങ്ങൾ അബാക്കസിലുണ്ട്. അതുപോലെ തന്നെ പ്രശ്നപരിഹാരങ്ങളും അത് നിർദ്ദേശിക്കുന്നു. ദിവസേനയുള്ള പല സാഹചര്യങ്ങളിലും തീരുമാനങ്ങൾ ശ്രദ്ധയോടെ എടുക്കാനും അബാക്കസ് പ്രയോജനപ്പെടും. നമുക്ക് അബാക്കസിൽ മൊത്തം 11 ലെവൽസ് ആണ് വരുന്നത്. ഇത് 3 മൊഡ്യൂളുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ജോയിൻ ചെയ്യുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ എന്നുള്ള മൊഡ്യൂളിലായിരിക്കും.
അതിനുശേഷം കുട്ടി പോകുന്നത് അഡ്വാൻസ് ലെവലിലേക്കായിരിക്കും. അതിനുശേഷം ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഗ്രാൻഡ് മാസ്റ്ററാണ്. ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ അവരുടെ ഒരു നമ്പർ ഫിയർ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദേ ഫോൾ ഇൻ ലവ് വിത്ത് നമ്പേഴ്സ്. അതിനുശേഷമുള്ള ലെവൽ എന്ന് പറയുന്നത് അഡ്വാൻസ് ലെവലാണ്. അഡ്വാൻസ് ലെവലിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ ഇൻഡിപെൻഡൻറ്റ് ലേണേഴ്സായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പേരൻസ് നമ്മളോട് എപ്പോഴും പറയുന്നൊരു ഫീഡ്ബാക്കും അത് തന്നെയാണ്. എൻ്റെ കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടി പഠിക്കാനായിട്ട് ഞാൻ പുറകെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അവരുടെ കാര്യങ്ങൾ അവർ ഡിസിപ്ലിൻഡ് ആയിട്ട് അവർ തന്നെ ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചിന്തിക്കാനുള്ളൊരു സ്പേസും ഈ ഒരു ലെവൽ അഡ്വാൻസ് ലെവൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഗ്രാൻഡ് മാസ്റ്റർ ലെവലിലേക്ക് പോകുമ്പോൾ അവർ ലൈഫിലേക്ക് വേണ്ട സ്കിൽസ് അക്വയർ ചെയ്യുക. അതായത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്നത് ദേ ബിക്കം ദ മാസ്റ്ററി ഓഫ് സ്കിൽസ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏതൊരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാലും അതിനെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഫിയർ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്, ഏതൊരു ലൈഫിലൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതിന് ഈ ഒരു പ്രോഗ്രാം ഒരുപാട് ആ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അഡ്വാൻസ് ലെവലിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാരും അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷന് പോകാറില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽസ് അക്വയർ ആയതുകൊണ്ട് തന്നെ അവരുടെ ലേണിംഗ് പ്രോപ്പറായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ നടക്കും. അപ്പോൾ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് അത് റീകോൾ ചെയ്യാനായിട്ടും ഫാസ്റ്റായിട്ട് സ്കൂൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ കുട്ടി ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. സിപ്പബാഗസ് പാലക്കാട് 8th ലെവലായി അല്ലേ? 9th ലെവലായിട്ടുള്ള ഫൈസാണ് എൻ്റെ കൂടെ ഉള്ളത്. ഫൈസാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങൾ കുറച്ച് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ പറയാം? കൂട്ടാൻ പറയാം, കുറയ്ക്കാൻ പറയാം, എന്നും പറയാം. ഓക്കെ. 930 പ്ലസ് 330 പ്ലസ് 580 പ്ലസ് 30 മൈനസ് 25 മൈനസ് 85 1760. നമുക്ക് മനസ്സമാധാനമായിട്ട് 1-2 കൂട്ടാൻ അറിയത്തില്ല. ഇവിടെ ഇത്രയും ഡിജിറ്റ് കൊടുത്തിട്ടും അവന് വളരെ ഈസി ആയിട്ട് പറഞ്ഞു. കണക്കിൻ്റെ പാഠങ്ങൾ പഠിക്കാനും ഗ്രഹിക്കാനുള്ള ഉപകരണം എന്ന നിലയിൽ മാത്രമല്ല അബാക്കസ് കുട്ടികൾക്ക് പ്രയോജനപ്പെടുക. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും വേണ്ട കഴിവുകളെ ഉത്തേജിപ്പിക്കാനുള്ള സംവിധാനം കൂടിയാണ് അബാക്കസ് പരിശീലനം. അബാക്കസിന് വന്നതുകൊണ്ട് മറ്റുള്ള പോർഷൻ വരെ അല്ലെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റുകളും അവർ നേരത്തെ എണീക്കാൻ പഠിച്ചു. ഇവരുള്ള സ്കില്ലുകൾ പലതും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കുറച്ച് ഹോംവർക്കിന് ടൈമിൻ്റെ ഒരുപാട് 4/3 ഭാഗം നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതിലുപരി നമ്മൾക്ക് മറ്റ് പോർഷൻ ഒക്കെ എടുത്ത് തീർക്കാനും അവർക്ക് ചെയ്തു തീർക്കാനും നമ്മളുടെ സപ്പോർട്ടില്ലാതെ തന്നെ കുറേയധികം കഴിയുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ കുട്ടികളെ മിടുക്കരാക്കാൻ സിപ്പ് അബാക്കസിൻ്റെ അടുത്ത ശാഖ സന്ദർശിക്കുക. കുട്ടികളെ കൂടെ കൊണ്ടുപോയി അവരുടെ എക്സ്പീരിയൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുക. അവരുടെ വിദ്യാഭ്യാസ ഭാവി സുരക്ഷിതമാക്കുക, കുറച്ചുകൂടി എളുപ്പമാക്കുക. ഐപ്പ് വള്ളികാടൻ, നമസ്കാരം.